നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനും കൂടി നോക്കാം. നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കോസ്റ്റ് പ്രൈസിന് എത്ര പെർസെന്റേജ് കയറ്റി മാർക്ക് പ്രൈസ് വയ്ക്കുന്നു, അതിൽ നിന്ന് എത്ര പെർസെന്റ് ഡിസ്കൗണ്ട് കൊടുത്താൽ നമുക്ക് എത്ര കിട്ടും, പ്രോഫിറ്റ് ലോസ് കിട്ടും. ആ ഒരു കൺസെപ്റ്റ് മനസ്സിൽ ഇരിക്കണം. കാരണം ഇതിന്റെ എല്ലാത്തിന്റെയും മെത്തേഡും ഇക്വേഷൻസും ഒക്കെ സെയിം ആണ്. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കുകയും വേണം, എന്നാൽ എല്ലാം നിങ്ങൾക്ക് മനസ്സിൽ തറവായിട്ട് കിട്ടുകയും വേണം. അതുകൊണ്ടാണ് ഞാൻ ഒരേപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ ഇടുന്നത്. ഇപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് എന്തായിരുന്നു ക്വസ്റ്റ്യൻ നോക്കാം. എ ടി വി മാനുഫാക്ചറർ sells 2 televisions at 9900 each. He earned a profit of 10% on the first and suffered a 10% loss on the other. His net profit or loss percentage. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? അയാളുടെ ഓവറോൾ പ്രോഫിറ്റ് ഓർ ലോസ് പെർസെന്റേജ്. അപ്പൊ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? ഇത് നിങ്ങൾക്ക് ഡൗട്ട് വരുന്ന ഒരു സൈസ് ക്വസ്റ്റ്യൻ ആണ്. ഞാനത് 2-3 രീതി പറയാം. അതായത് എ മാനുഫാക്ചറർ സെൽ 2 ടെലിവിഷൻ സെറ്റ് അറ്റ് 9900. ഇവിടെ സെൽ ചെയ്ത കഥയാണ് പറയുന്നത്. അയാൾ 2 എണ്ണം സെല് ചെയ്തിട്ടുണ്ട്, 2 ടെലിവിഷൻ സെല് ചെയ്തിട്ടുണ്ട്. ഞാൻ ട്രഡീഷണൽ മെത്തേഡ് തൽക്കാലം പറയുന്നില്ല, കാരണം ഇതേ ക്വസ്റ്റിന്റെ ഒക്കെ സാധാ ട്രഡീഷണൽ മെത്തേഡ് നിങ്ങൾക്ക് ഒരുപാട് തവണ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതുകൊണ്ട് ഇത് കുറച്ച് ലെങ്തി ആണ് ട്രഡീഷണൽ മെത്തേഡ് എന്നുള്ളതുകൊണ്ട് ഞാൻ ട്രഡീഷണൽ മെത്തേഡ് തൽക്കാലം സ്കിപ്പ് ചെയ്തിട്ട് എളുപ്പവഴി മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എന്നാലും നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി തുടക്കം എന്ന് പറയാം. ഫസ്റ്റ് സെല്ലിംഗ് പ്രൈസ് എത്രയായിരുന്നു? 9900 ആണെങ്കിൽ ഉറപ്പായിട്ട് സെക്കൻഡ് സെല്ലിംഗ് പ്രൈസ് എത്ര തന്നെയായിരിക്കും? 9900 തന്നെയായിരിക്കും. ഫസ്റ്റ് വണ്ണിന് പ്രോഫിറ്റ് കിട്ടി 10%, സെക്കൻഡ് വണ്ണിൽ ലോസ് കിട്ടി 10%. ഇനി ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല, കാരണം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ സെല്ലിംഗ് പ്രൈസും പ്രോഫിറ്റ് പെർസെന്റേജ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാം. കോസ്റ്റ് പ്രൈസ് 1 കിട്ടും, ഇവിടെ കോസ്റ്റ് പ്രൈസ് 2 കിട്ടും. അപ്പം സെല്ലിംഗ് പ്രൈസ് 2 നമുക്കറിയാം, ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് നമുക്കറിയാം, ടോട്ടൽ കോസ്റ്റ് പ്രൈസ് നമുക്കറിയാം. ട്രഡീഷണൽ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് അറിയാം, സം എടുത്താൽ ടോട്ടൽ കോസ്റ്റ് പ്രൈസ് അറിയാം. സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? സെല്ലിംഗ് പ്രൈസ് ആണ് വലുതെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും, കോസ്റ്റ് പ്രൈസ് ആണ് ഡിഫറൻസ് വലുതെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ലോസ് കിട്ടും. അപ്പൊ അത് രണ്ടും വെച്ച് നമുക്ക് എന്ത് കിട്ടും? അപ്പൊ കിട്ടുന്നതിനാണ് എന്ത്? ഓവറാൾ പ്രോഫിറ്റോ ലോസ്. ആ കിട്ടുന്നതാണ് നമുക്ക് എന്ത്? ഓവറാൾ കിട്ടുന്ന പ്രോഫിറ്റോ ലോസോ. അത് പോസിറ്റീവ് വാല്യൂ ആണ്. സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ചെയ്യുമ്പോൾ ടോട്ടൽ എസ് പി മൈനസ് ടോട്ടൽ സി പി ചെയ്താൽ മതി. സെല്ലിംഗ് പ്രൈസിന്റെ സം എടുക്കുന്നു, കോസ്റ്റ് പ്രൈസിന് സം എടുക്കുന്നു. ടോട്ടൽ എസ് പി മൈനസ് സി പി എടുക്കുമ്പോൾ ഒരു പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ നമുക്ക് ഓവറാൾ ട്രാൻസാക്ഷൻ എന്തായിരിക്കും? പ്രോഫിറ്റ് ആയിരിക്കും. ഒരു നെഗറ്റീവ് ആണ് കിട്ടുന്നെങ്കിൽ ഓവറാൾ ട്രാൻസാക്ഷൻ നമുക്ക് എന്തായിരിക്കും? ലോസ് ആയിരിക്കും. ഇപ്പൊ കിട്ടുന്നത് നമുക്ക് എന്തായിരിക്കും? എമൗണ്ട് ആയിരിക്കും. ആ കിട്ടുന്ന എമൗണ്ടിനെ പെർസെന്റേജ് ആക്കാനല്ലേ പറഞ്ഞിരിക്കുന്നത്? ലോസ് പെർസെന്റേജ് അല്ലേ? ഇനി ഒരു പ്രോഫിറ്റോ ലോസോ കിട്ടുന്നെങ്കിൽ അതിന്റെ പെർസെന്റേജ് ആക്കാൻ ചെയ്താൽ മതി. കിട്ടുന്ന പ്രോഫിറ്റോ ലോസ്, അതായത് പ്രോഫിറ്റ് ആണ് ലോസ് ആണ് എന്താണെങ്കിലും ആ വാല്യൂ ബൈ സി പി ഇൻറ്റു 100 ചെയ്ത് കോസ്റ്റ് പ്രൈസ് നമുക്ക് കിട്ടും. ടോട്ടൽ സി പി ഇവിടെ തന്നെ നമ്മൾ എടുക്കുന്നത് ടോട്ടൽ ആയതുകൊണ്ട് തന്നെ ടോട്ടൽ പ്രോഫിറ്റ് ലോസ് എന്താണ് വാല്യൂ, അതേ ഡിവൈഡ് ബൈ ടോട്ടൽ സി പി ഇൻറ്റു 100 ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് റിക്വയർഡ് പ്രോഫിറ്റ് ലോസ് കിട്ടും. ഇതാണ് നമ്മുടെ സാധാ ട്രഡീഷണൽ മെത്തേഡ്. പ്രോഫിറ്റ് ബൈ സി പി അല്ലെങ്കിൽ ലോസ് ബൈ സി പി 100. ഇവിടെ എടുക്കുമ്പോൾ ഒരു സി പി അല്ല, ടോട്ടൽ സി പി 2 വാല്യൂൻ്റെ എടുക്കണം. നമ്മൾ ടോട്ടലാണ് എടുക്കുന്നത് എന്നുള്ളതുകൊണ്ട് അത് ഞാൻ ചുമ്മാ ചെയ്ത് സമയം കളയുന്നില്ല. അതാണ് അതിന്റെ സാധാ മെത്തേഡ്. എങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾക്ക് ഇത് എളുപ്പത്തിൽ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നമുക്ക് ശ്രദ്ധിക്കാം എങ്ങനെയാണെന്ന്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് സെല്ലിംഗ് പ്രൈസ് സെയിം ആണെന്ന്. അപ്പം നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ സെല്ലിംഗ് പ്രൈസ് 1 സെല്ലിംഗ് പ്രൈസ് 2 സെയിം ആണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഇവിടെ പ്രോഫിറ്റ് പെർസെന്റേജ് പറഞ്ഞിട്ടുണ്ട് ഒരു X% ഞാൻ വിചാരിക്കുന്നു. അത് ഇവിടെ എത്രയായിരുന്നു? 10% ആണ്. ഇവിടെ ലോസ് പെർസെന്റേജ് പറഞ്ഞിട്ടുണ്ട്, അത് ഞാനൊരു Y% എന്ന് പറയുന്നു. അത് ഇവിടെ എത്രയാണ്? 10%. അതായത് ഇവിടെ രണ്ടും സെയിം ആണ്. നമ്മൾ ഈ ഒരു കണ്ടീഷൻ ഓർത്തിരിക്കേണ്ടത്, എപ്പോഴെങ്കിലും നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെ സെല്ലിംഗ് പ്രൈസ് സെയിം ആവുകയും പ്രോഫിറ്റ് ഒരു X%ഉം ലോസ് ഒരു Y% ആണെങ്കിൽ നമ്മുടെ ഓവറാൾ പ്രോഫിറ്റ് ഓർ ലോസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചിരുന്നാൽ മതി, എളുപ്പത്തിൽ കിട്ടും. ഇക്വേഷൻ ഇതാണ്: 100 ഇൻറ്റു X മൈനസ് Y ഡിവൈഡഡ് ബൈ മൈനസ് 2XY ഡിവൈഡ് ബൈ 200 പ്ലസ് X മൈനസ് Y. കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും, പക്ഷെ സിമ്പിൾ ആണ്. 100 ഇൻറ്റു X മൈനസ് Y മൈനസ് 2XY ഡിവൈഡ് ബൈ 200 പ്ലസ് X മൈനസ് Y. ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചാൽ ഇതുപോലെ ഏത് ക്വസ്റ്റ്യൻ കണ്ടാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ എത്തിക്കാൻ പറ്റും. ഇപ്പം ഇതിനകത്ത് കുറച്ച് ആൾക്കാരായിരിക്കും ഇതിന് ഇത്രയും വലിയ ഇക്വേഷൻ്റെ ആവശ്യമുണ്ടോ? നമുക്ക് 10% Xും 10% Yയും ഇതിനെ X മൈനസ് X, കാരണം ഒന്ന് പ്രോഫിറ്റ് ഒന്ന് ലോസ് അല്ലേ. X മൈനസ് X മൈനസ് X ഇൻറ്റു X സ്ക്വയർ ബൈ 100 പ്ലസ് X മൈനസ് X ക്യാൻസൽ ആകും. ആൻസർ എത്ര കിട്ടും? മൈനസ് X സ്ക്വയർ ബൈ 100 കിട്ടും. സ്വാഭാവികമായിട്ട് നമുക്കിവിടെ X എത്രയാ? 10 അല്ലേ. 10 സ്ക്വയർ എത്രയാ? 100 സ്ക്വയർ ബൈ 100 മൈനസ് ആൻസർ എത്ര കിട്ടും? മൈനസ് 1%. നെഗറ്റീവ് ആയതെന്ന് വെച്ചാൽ 1% ലോസ്. ഇത് തന്നെയല്ലേ ആൻസർ? ഉറപ്പായിട്ടും 1% ലോസ് തന്നെയാണ് ഇതിന്റെ ആൻസർ. അത് പക്ഷെ ഒരിക്കലും ഈ ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് കിട്ടിയതല്ല. അത് നമ്മൾ മനസ്സിലാക്കിയേക്കുക. എന്തായിരുന്നു? ഈ ഇക്വേഷൻ സോൾവ് ചെയ്തിട്ടല്ല നമുക്ക് ആ ആൻസർ കിട്ടുന്നത്.
അതെങ്ങനെയാണ് അതങ്ങനെ വന്നേന്ന് നോക്കാം. പക്ഷേ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കുക എപ്പോൾ നമ്മുടെ X%, പ്രോഫിറ്റ് പെർസെൻറ്റേജും ലോസ് പെർസെൻറ്റേജും സെയിം ആണെങ്കിൽ, പ്രോഫിറ്റ് പെർസെൻറ്റേജും ലോസ് പെർസെൻറ്റേജും സെയിം ആണെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ഓവറോൾ ട്രാൻസാക്ഷൻ എത്രയായിരിക്കും, അതൊരു X%. നിങ്ങളിത് കാണാൻ പഠിച്ചേക്കുക. എൻ്റെ സെല്ലിംഗ് പ്രൈസ് 1ഉം സെല്ലിംഗ് പ്രൈസ് 2ഉം സെയിം ആവുകയും എൻ്റെ പ്രോഫിറ്റ് പെർസെൻറ്റേജും ലോസ് പെർസെൻറ്റേജും സെയിം ആവുകയും ചെയ്താൽ ഉറപ്പായിട്ട് എനിക്ക് കിട്ടുന്ന ഓവറോൾ ട്രാൻസാക്ഷൻ ലോസ് ആയിരിക്കും, അതൊരു ലോസ് പെർസെൻറ്റേജ് ആയിരിക്കും. ഉറപ്പായിട്ട് അത് കിട്ടിയ നമ്മുടെ ഇൻഡിവിജ്വൽ പ്രോഫിറ്റ് ലോസ് പെർസെൻറ്റേജ് ഉണ്ടല്ലോ, അതിൻ്റെ സ്ക്വയർ/100 ആയിരിക്കും. ഇതങ്ങ് ഓർത്ത് വെച്ചിരുന്നാൽ മതി, X²/100. നിങ്ങൾ വേറെ ഈ ഇക്വേഷന്റെ പുറകെ പോകരുത്, കാരണം ഇങ്ങനെ പോയാൽ തെറ്റും. അത് ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് പറഞ്ഞു തരും ഈ ഒരു ഇക്വേഷൻ അല്ല, ഈ ഒരു ഇക്വേഷൻ ആണ് ഇതിന്റെ ആൻസർ എന്നുള്ള കാര്യം. ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഈ ഒരു -X²/100 അല്ലെങ്കിൽ ലോസ് വരുന്നുണ്ടാ നെഗറ്റീവ് ഇടാത്തത്. കാരണം ഇനി ഇവിടെ നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. 100 × X - Y, ഇവിടെ X ഇവിടെ Y, ഇവിടെ എത്രയാ 10 - 10. 100 × 0, നമുക്ക് ഒരു 10 ക്യാൻസൽ ആയി പോകും. ഇവിടെ വീണ്ടും X10 Y10, 10 - 10 0. നമുക്ക് ഇവിടെ എത്ര ഉണ്ട്, ഇവിടെ 10 × 10, 10 × 10, X 10 ആണ്, Y 10 ആണ്. അപ്പൊ 2 × 10 × 10 എത്ര കിട്ടും, 200 എന്ന് കിട്ടും. -200 ഇവിടെ എന്തുണ്ട്, ആൾറെഡി ഒരു 200 ഉണ്ട്. സോറി, നമുക്ക് എത്ര കിട്ടും, -1%. ഈ ഇക്വേഷൻ ആണ് എഫക്റ്റീവ്ലി നമ്മൾ എന്ത് ചെയ്യുന്നത്, സോൾവ് ചെയ്തിട്ട് ഈ X²/100 ആക്കുന്നത്. X²/100 തന്നെയല്ലേ നമുക്ക് ഈ കിട്ടുന്ന ആൻസർ. ഈ 2 × 2 ക്യാൻസൽ ആയത് 10 × സ്ക്വയർ/100 തന്നെയല്ലേ ഇക്വേഷൻ വരുന്നത്. അപ്പം നമ്മുടെ ഇക്വേഷൻ പ്രോഫിറ്റ് ഒരു X% ലോസ് ഒരു Y% ആണെങ്കിൽ നമുക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിക്കണം, ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കണം. ആ രണ്ട് സെയിം ആണെങ്കിൽ നമ്മൾ വേറൊന്നും ആലോചിക്കേണ്ട, -X²/100 ആയിരിക്കും നമ്മുടെ എന്ത് ഓവറോൾ ലോസ് പെർസെൻറ്റേജ്. ഉറപ്പായിട്ട് ലോസേ കിട്ടുള്ളൂ, അതെന്തായിരിക്കും -X²/100 ആയിരിക്കും. ഈ ഒരു ഇക്വേഷൻ കാണാൻ പഠിച്ചേക്കുക. എന്തായിരുന്നു കാര്യം, എൻ്റെ സെല്ലിംഗ് പ്രൈസ് സെയിം ആവുകയും പ്രോഫിറ്റ് പെർസെൻറ്റേജ് X%ഉം ലോസ് പെർസെൻറ്റേജ് വീണ്ടും സെയിം X% ആണെങ്കിൽ ഉറപ്പായിട്ടും ടോട്ടൽ ട്രാൻസാക്ഷൻ എന്തായിരിക്കും, ഒരു ലോസ് ആയിരിക്കും. അതെന്തായിരിക്കും, ഈ രണ്ട് നമ്പറിന്റെ സ്ക്വയർ/100 ആയിരിക്കും, X²/100 ആയിരിക്കും. അതായിരിക്കും എൻ്റെ ലോസ് പെർസെൻറ്റേജ്. ഉറപ്പായിട്ടും നമുക്ക് എത്ര കിട്ടും, ഇവിടെ 1% ലോസ് കിട്ടും. ഇനി നമ്മൾ നിങ്ങൾക്ക് ഈ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഞാൻ അടുത്ത വീഡിയോയിൽ എന്ത് ചെയ്യാം, ഈ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ലോസ് എന്ത് ചെയ്യാം, ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട് ഒന്ന് ക്ലിയർ ആവും. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലത്തെ കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക, എന്നിട്ട് ഇതിൻ്റെ ഒരു ഐഡിയ മനസ്സിലാക്കി വെച്ചു.